വിഷയമാണ് അല്ലാഹു നാളെ തീർപ്പ് കൽപ്പിക്കുന്നത്. നമ്മൾ അവസാനം വന്നവരാണ്, നാളെ ആദ്യം സ്വർഗ്ഗത്തിലേക്ക് എത്തണം. അല്ലാഹു നമുക്കതിന്റെ തൗഫീഖ് നൽകട്ടെ. അവസാനം കാലത്തിന്റെ അവസാനമാണ്. ഇനിയൊരു നബി, പുതിയൊരു നബി വരാനില്ല. ഈസാ നബി അലൈഹി സലാം വരുന്നുണ്ട്. അത് പുതിയൊരു ശരീഅത്തുമായിട്ട് വരില്ല. നബി തങ്ങളുടെ ശരീഅത്ത് സ്ഥാപിക്കാൻ ഈസാ നബി വരിക. അതുകൊണ്ട് പുതിയൊരു നബി വരുന്നില്ല. ഈസാ നബിക്ക് മുമ്പേ കിട്ടിപ്പോയവരാണ് ഈസാ നബി വരുന്നു. പക്ഷേ നമ്മൾ അവസാനത്തവരാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ ഹദീസിലൂടെ സ്വർഗ്ഗലോകത്തേക്ക് ആദ്യമെത്താനും അല്ലാഹുവിലേക്ക് ഓടിയെടുക്കാനും ചില മാർഗ്ഗങ്ങൾ അല്ലാഹു പറഞ്ഞത് സജ്ജനങ്ങളുടെ മാർഗ്ഗം സ്വീകരിക്കലാണ്. സജ്ജനങ്ങളുടെ മാർഗ്ഗം സ്വീകരിക്കലാണ് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പവഴി. അതിന് അല്ലാഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരൊക്കെയാണ് അനുകരിക്കേണ്ടത്? സൂറത്തുൽ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വത്തബിഅ സബീല മൻ അനാബ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരുടെ വഴി നിങ്ങൾ പിൻപറ്റണമേ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത് ജീവിച്ച് ഒരു നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. കുരുത്തക്കേട് ചെയ്ത് അതിന്റെ രസം തീരും. കള്ളുകൂടിയാണെങ്കിലും എന്ത് കുരുത്തക്കേടാണെങ്കിലും അതിന്റെ രസം കുറച്ച് കഴിഞ്ഞാൽ തീരും. ഇങ്ങനെ മടുത്തിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോഴാണ് നീ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അതിന്റെ മധുരം അറിഞ്ഞിട്ടില്ലല്ലോ, എന്റെ കൂടെ വാ, ഞാൻ പഠിപ്പിച്ചുതരാം. അങ്ങനെ പള്ളിയിൽ കൊണ്ടുപോയി 2 റക്അത്ത് നിസ്കരിപ്പിച്ചാൽ അവൻ ഞാൻ 2 റക്അത്ത് കൂടെ നിസ്കരിക്കട്ടെ എന്ന് ഇങ്ങോട്ട് ചോദിക്കും. അത് 4 ആവും, അത് 8 ആകും, അത് 10 ആവും. ആ മധുരം അറിയുന്നവർക്ക് അല്ലാഹുവിന്റെ ഹദറത്തിൽ നിന്ന് എഴുന്നേറ്റ് പോരാൻ കഴിയില്ല. അതാണ് ഇബാദത്തിന്റെ മധുരം. അത് നന്നായി മധുരിക്കും. അത് ആദ്യം കിട്ടാത്തവർക്ക്, ചെറുപ്പം മുതലേ കിട്ടിപ്പോരുന്നവർക്ക് അതിന്റെ മധുരം ശരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം. പക്ഷെ ഇത് കിട്ടാത്തവർക്ക് കിട്ടുമ്പോ അതിമധുരമാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകൾ, തിന്മ ചെയ്ത് നന്മയിലേക്ക് മടങ്ങി വന്നവർ, അവരുടെ പാത നിങ്ങൾ പിൻപറ്റണമേ അല്ലാഹു പറയാണ്. പിൻപറ്റാൻ പറഞ്ഞവൽ ഒരു വിഭാഗം അതാണ്. ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് നാം വഹി നൽകിയിരിക്കുന്നു. അനിത്തബിഅ മില്ലത ഇബ്രാഹീം ഹനീഫ. ഇബ്രാഹീം നബി അലൈഹിസ്സലാമിന്റെ ഋജുവായ നേരായ പന്ഥാവ് നിങ്ങൾ പിൻപറ്റണമേ. ഇബ്രാഹീം അലൈഹിസ്സലാമിന്റെ നേരായ വഴി എന്താണതൊക്കെ? ഇബ്രാഹിം അലൈഹിസ്സലാം അന്ത്യവിഷമം കൊണ്ട് കിടക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ ഖബറുള്ളത് ഹിബ്രോണിലാണ്, ഫലസ്തീനിലെ ഹിബ്രോൺ, അൽ ഖലീൽ എന്നറിയപ്പെടുന്നു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഭാര്യ സാറാ ബീവി അവിടെ തന്നെ ഉണ്ട്. അവിടെയുണ്ട് മഹാനായ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിന്റെ അപ്പുറത്തുണ്ട് ഇസ്ഹാഖ് നബിയുടെ ഭാര്യ റിഫ്ഖ ബീവി റളിയല്ലാഹു അൻഹ. അപ്പുറത്തുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം, യാക്കൂബ് നബി, യൂസുഫ് നബി. ഇവരെല്ലാവരും കിടക്കുന്നത് ഒരു മഖാമിലാണ്. അതൊരു മസ്ജിദാണ്. ജൂതന്മാരായ പോലീസുകാർ അതിന് കാവലുണ്ട്. അവരുടെയൊക്കെ സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് ചെല്ലാം, സിയാറത്ത് ചെയ്യാം, ആ പള്ളിയിൽ നിസ്കരിക്കാം. അൽ ഹറമുൽ ഖലീലി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഹറം എന്നാണ് അതിനെ നാട്ടുകാരെ വിളിക്കുക. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അന്ത്യവിഷമം കൊള്ളാണ്. 200 കൊല്ലം ജീവിച്ച നബിയാണ്. 200 വർഷം, 200 കൊല്ലത്തിനിടക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഷഫാഅത്ത് ചെയ്യാൻ മുതിരാതിരിക്കാൻ കാരണം പറഞ്ഞത് 3 കൊച്ചു കളവ് ജീവിതത്തിൽ പറഞ്ഞുപോയി. അതുകൊണ്ട് എനിക്ക് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്താൻ ധൈര്യമില്ല എന്ന് പറയുന്നു, അല്ലെ? ഷഫാഅത്തിന്റെ ഹദീസ്. ആദം നബിയോട് ചെന്ന് പറയൂല, ആദം നബിയെ നിങ്ങൾ ഷഫാഅത്ത് ചെയ്യുന്ന അള്ളാഹുവിനോട്. ഇല്ലല്ല, എനിക്കതിന് ധൈര്യമില്ല. നൂഹ് നബിയുടെ അടുത്തേക്ക് പോയിക്കോളൂ. നൂഹ് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും. ഇബ്രാഹിം അലൈഹിസ്സലാം മൂസാ നബിയുടെ അടുത്തേക്ക് പറഞ്ഞേക്കും. മൂസാ നബി ഈസാ നബിന്റെ അടുത്തേക്ക്, ഈസാ നബി അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽഖിലേക്ക് പറഞ്ഞേക്കും. സല്ലല്ലാഹു അനലഹ, ഞാനാണത് ചെയ്യാൻ അർഹതയുള്ളത് എന്ന് തന്നെ പറഞ്ഞ് നബി തങ്ങൾ അത് ഏറ്റെടുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസു ഷഫാഅ, അതിൽ 200 വർഷം ജീവിച്ചു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. 200 കൊല്ലത്തിനിടക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞത് 3 വിഷയമാണ്. കളവ് എന്ന് പറഞ്ഞുകൂടാ, കൊച്ചുകള. അത് മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. വെറുതെ വയറുവേദന എന്ന് പറഞ്ഞ സ്കൂളിൽ പോകാൻ വേണ്ടി നുണ പറഞ്ഞതല്ല, പോകാണ്ടിരിക്കാൻ വേണ്ടി. അല്ലെ ലീവ് കിട്ടാൻ വേണ്ടി അറബിനോട് ഉമ്മ മരിച്ചിരിക്കണേ, ഉമ്മ പണ്ടെന്നോ മരിച്ചതാണ്, എന്നാലും പറയും ഉമ്മ മരിച്ചിരിക്കണ, ഇന്നലെ പോവാണ് മൈത്രിക്കാൻ കാത്തിക്കാണ്, അങ്ങനെയൊക്കെ വെറുതെ നുണ പറഞ്ഞ് ലീവ് ഉണ്ടാക്കി പോരുന്നവരൊക്കെ. അങ്ങനെയൊന്നും അല്ല ഇത്. ആരാണ് ഈ ചോദിച്ചോളൂ, ഈ വലിയ ബിംബം നിൽക്കുന്നില്ലേ, മൂപ്പരായിരിക്കും. അതൊരു കളവ് സൂചനയുണ്ടതിൽ. ഇബ്രാഹിം നബിയാണല്ലോ തച്ചുടച്ചത്. സൂര്യനെ കണ്ടപ്പോ സൂര്യാരാധകരല്ലേ ഇത്
സൂര്യനാണ്. ഹാദാ, ഈ സൂര്യൻ, ഹാദാ റബ്ബി, ഇതെന്റെ റബ്ബാണെന്ന് എനിക്ക് തോന്നുന്നു, ഇതെന്റെ റബ്ബാൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പിന്നെ പറഞ്ഞു, അല്ലല്ല, അസ്തമിക്കുന്നവൻ എന്റെ റബ്ബല്ല. ആ പറഞ്ഞതാണ് രണ്ടാമത്തെ. 200 കൊല്ലത്തിനിടക്കിൽ വേറൊന്നും പറയാനില്ല ഇബ്രാഹിം അലൈഹിസ്സലാമിന്. പിന്നെ സാറാ ബീവിയുമായി മരുഭൂമിയിലൂടെ, ഈജിപ്തിലൂടെ കടന്നു പോകുമ്പോഴേ അവിടുത്തെ രാജാവ് സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ പിടിച്ചു വെക്കുന്ന ആളാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടൂല. അപ്പോ ഇബ്രാഹിം നബിയോട് ഇത് ആരാന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഹാദിഹി ഉഖ്തി, ഇതെന്റെ സഹോദരിയാണ്. അതിന് പിന്നെ വഴിക്ക് നോക്കിയ സഹോദരിയാണല്ലോ, നമ്മളൊക്കെ സഹോദരി സഹോദരന്മാരാ. ഇതാണ് ഈ കളവ് എന്ന് പറഞ്ഞത്. ആ 3 വിഷയത്തിൽ ഞാൻ അള്ളാഹുവിനെ പേടിക്കുകയാണ്. അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് ധൈര്യമില്ല. നിസ്കാരം കളാക്കിയതല്ല, നോമ്പ് മുറിച്ചതല്ല, അള്ളാഹുവിന്റെ ശആയിറുകളെ ബഹുമാനിക്കാതിരുന്നതല്ല, നാവ് കൊണ്ട് ഒരാളെ പറ്റി ഗീബത്തും നമീമത്തും പറഞ്ഞതൊന്നുമല്ല ഇബ്രാഹിം നബിക്ക് പറയാനുള്ളത്. എക്കോ വേണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗം പിൻപറ്റണമേ. ഋജുവായ നേരായ മാർഗം അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നമുക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല മുഅ്മിനെ, ഇബ്രാഹിം നബി ചെയ്ത ത്യാഗം. അത് ഓർമ്മിപ്പിക്കുവാനാണ് അള്ളാഹു നമുക്ക് ഹജ്ജ് നിർബന്ധമാക്കിയത്. ഖുൽ സ്വദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫാ. നിങ്ങൾ എന്റെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗം പിൻപറ്റണമേ. സയ്യിദുദ് ദീഫാൻ, അതിഥികളുടെ നേതാവ്, അതിഥി സൽക്കാരം വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കൂല എന്നാ. ഒരാൾ കൂടെ ഇല്ലാതെ, അത് ഏത് നാട്ടുകാരനായാലും കുഴപ്പമില്ല, അവർക്ക് ഇബ്രാഹിം നബിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം, ഇബ്രാഹിം നബിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ ഇബ്രാഹിം നബി അവരെ വിടുള്ളൂ. അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. ഒരിക്കൽ വന്നത് ഒരു കാഫിറായ ആളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ ഉണ്ടല്ലോ, ഇബ്രാഹിം നബി ബിസ്മില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കും. അപ്പൊ മൂപ്പരൊന്നും പറയണില്ല. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്തേ ബിസ്മില്ല പറയാത്തത്? ഞാൻ ഈ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. എന്നാ എണീക്ക്, നിനക്ക് ഭക്ഷണം, എന്റെ വീട്ടിൽ നിനക്ക് ഭക്ഷണമില്ല. മൂപ്പര് എഴുന്നേറ്റ് പോയി. ആയിക്കോട്ടെ. ഫഔഹല്ലാഹു ഇലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് അല്ലാഹു വഹി അറിയിച്ചു, ഇബ്രാഹിം നബിയെ 70 വർഷമായി ഞാൻ അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. അയാൾ മുസ്ലിമല്ല, കാഫിറാണെന്ന് എനിക്കറിയാം. ഞാൻ അയാൾക്ക് 70 കൊല്ലമായി ഭക്ഷണം കൊടുക്കുന്നു. ഒരു നേരം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞല്ലല്ലേ? ഓടിച്ചെന്നു ആ മനുഷ്യന്റെ പിന്നാലെ, വരി നിങ്ങൾക്ക് ഭക്ഷണമുണ്ട്. നിങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു എന്നെ ആക്ഷേപിച്ചിരിക്കുന്നു. കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കേ, നിങ്ങൾക്ക് ഭക്ഷണം തരണമെന്ന് അള്ളാഹു എന്റെ ഓർഡറുണ്ട്. അതാണ് ഭക്ഷണം കൊടുക്കുന്നതിന് ജാതിയും അതൊന്നും വിഷയമല്ല. മനുഷ്യർക്ക് അന്നം കൊടുക്കണം, അത് കൂലിയാണ്. ആ ഒരു നന്മ കണ്ടിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അയാൾ എന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗം പിൻപറ്റണമേ. യാ ബുനയ്യ, മോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, നിന്നെ അറുക്കുന്നതായി എനിക്ക് സ്വപ്നദർശനമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യാ അബതി ഫഅൽ മാ തുഅ്മറു. അല്ലാഹു നിങ്ങളോട് പറയുന്നത് നിങ്ങേക്കങ്ങ് ചെയ്താൽ പോരെ. മോനെ, നിന്നെ ബലിയർപ്പണം ചെയ്യുന്നതായിട്ടാണ് എന്റെ സ്വപ്നദർശനം. അള്ളാഹു ഇബ്രാഹിം നബിയെ പരീക്ഷിക്കുകയായിരുന്നു. ഒരു മനുഷ്യനും ഒരു മനുഷ്യനെ കൊല്ലേണ്ടതില്ല. ആരും ഒരാളെയും, ഒരു മനുഷ്യനെയും ഒരാളും അള്ളാഹുവിന് ബലിയർപ്പിക്കേണ്ടതുമില്ല. പക്ഷേ വാർദ്ധക്യത്തിന്റെ അവസാനങ്ങളിൽ ലഭിച്ച ഒരു മോനെ അള്ളാഹുവിന് കൊടുക്കുമോ എന്ന് അള്ളാഹു പരീക്ഷിക്കുകയായിരുന്നു. അല്ലേ? ഒരു കുട്ടി ഉണ്ടാവാണ്ട് 8 കൊല്ലം കല്യാണം കഴിഞ്ഞു, 10 കൊല്ലായി, 15 കൊല്ലായി, എന്നിട്ടൊരു കുട്ടി ഉണ്ടാവാണ്. എന്ത് റാഹത്താ! അർക്കൊന്നും വേണ്ട. ആ കുട്ടി നിങ്ങൾ പള്ളി ദർസക്ക് പറഞ്ഞേക്കോ? നമുക്ക് കഴിയുമോ? ആ പൊന്നുമോനെ ഞാൻ നോക്കി വളർത്തും, എന്റെ കൂടെ ഞാൻ വളർത്തും. ഉമ്മാരങ്ങനെയല്ലേ പറയാം. ഇപ്പൊ വിടുവോ? ഇബ്രാഹിം നബിന്റെ ഈദിന്റെ പെരുന്നാളിന്റെ ചരിത്രം കേൾക്കാൻ വലിയ രസമാണ്. നമുക്കത് ചെയ്യാൻ പറ്റുമോ? നമ്മളെ കുട്ടിനെ ദീൻ പഠിക്കാൻ പറഞ്ഞേക്കാൻ പറ്റുമോ നമുക്ക്? ഇബ്രാഹിം നബിക്ക് 85-90 വയസ്സുള്ളപ്പോഴാണ് ആദ്യത്തെ കുട്ടി ഉണ്ടാവുന്നത്. ആ മോനെ അള്ളാഹുക്ക് വേണ്ടി
പള്ളി ദർശനാക്കണം എന്നല്ല പറഞ്ഞത്, അറുക്കണം എന്നാണ്. ആയിക്കോട്ടെ റബ്ബേ, വിറക്കുന്ന കൈകളാണ്, നീ അത് എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി ഞാനത് ചെയ്യാം. മോൻ അതിലേറെ, യാ അബതി ഫഅൽ മാ തുഅമർ, എൻ്റെ ഉപ്പ നിങ്ങളോട് അല്ലാഹു എന്താണോ പറയുന്നത് അത് ചെയ്തോളൂ ഉപ്പാ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. യ ഫൈസാൻ നസർതാ യാ മക്തബ് കി കറാമത്ത് थी, ये फैजान नजर था या मकतब की करामत थी, सिखाया किसने इस्माइल को आदाब फर्जंदी. ഇതെന്തൊരു അത്ഭുതമാണ്! ഇത് ദിവ്യമായ വെളിപാടാണോ? അല്ല, ഇസ്മായിൽ അലൈഹിസ്സലാം പഠിച്ച മദ്രസയുടെ പുണ്യമാണോ? ആരാണ് ഇത്രമേൽ വാപ്പയെ അനുസരിക്കണമെന്ന് ഈ പൊന്നുമോൻ ഇസ്മായിലിനെ പഠിപ്പിച്ചത്? ആരാണ്? ഇതൊരു മഹാത്മാവിന്റെ തിരുകടാക്ഷമാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പൊന്നുമോൻ ചെന്ന് പഠിച്ച കൊച്ചുനാളിലെ മദ്രസയുടെ പുണ്യമാണോ? സിഖായാ കിസ്നെ ഇസ്മാഈലു കോ ആദാബ് ഫർസന്ദി, മകൻ വാപ്പയെ അനുസരിക്കണം എന്ന് ആരാണ് ഇസ്മായിൽ നബിയെ ഇത്ര മനോഹരമായി പഠിപ്പിച്ചത്? സുബ്ഹാനല്ലാഹ്, നമുക്കറിയുന്ന ചരിത്രമല്ലേ. കുട്ടിനോട് വാപ്പ പറയണം, മോനെ എന്നെ അറക്കാൻ കൊണ്ടുപോകും കേട്ടോ എന്ന് പറഞ്ഞാൽ കുട്ടി നമ്മളെ വീട്ടിൽ നിൽക്കുവോ? ഓടി രക്ഷപ്പെടൂലേ? ഉമ്മയോട് പിണങ്ങിയിട്ടൊക്കെ മക്കൾ ചെന്നൈക്കൊക്കെ ട്രെയിൻ കയറില്ല, പിണക്കം. ഓൻ അറക്കുകയാണെന്ന് കൂടെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വീട്ടുകാരെ മൊത്തം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടല്ലേ പോവാ. ഇസ്മായിൽ നബി, ഉപ്പാ നിങ്ങളത് ചെയ്തോളൂ, ഞാൻ കടന്നു തരാം. ഇതെങ്ങനെ പറയാൻ കഴിഞ്ഞു? ഇതൊരു വല്ലാത്ത അത്ഭുതമല്ലേ? സ്വാലിഹികളായ മക്കൾ, സ്വാലിഹത്തായ ഒരു ഭാര്യ, സ്വാലിഹത്തായ ഒരു മകൻ, സ്വാലിഹായ രണ്ട് മക്കള്, സ്വാലിഹത്തായ ഭാര്യമാർ, സജ്ജനങ്ങളുടെ ജീവിതം കാണിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിന് വേണ്ടി ചെയ്ത ത്യാഗം, റബ്ബിന് വേണ്ടി മസ്ജിദ് എടുത്തു എന്നതാണ്. മസ്ജിദുൽ ഹറാമിന്റെ കഅബാലയവും വിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ അസ്തിവാരവും പണിതത് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. രണ്ട് പള്ളിയും തുടക്കം കുറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഒന്ന് മസ്ജിദുൽ അഖ്സ, അതിന്റെ മുമ്പ് മസ്ജിദുൽ ഹറാം, വിശുദ്ധമായ കഅബാലയം. കഅബ ഖുൽ സദഖല്ലാഹ്. നമുക്ക് കഅബൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു കഅബയേ ഉള്ളൂ. പക്ഷെ അല്ലാഹുവിന് വേണ്ടി മസ്ജിദ് എടുക്കാം. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ വലൗ കമഫഹസി ഖതാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നah. മസ്ജിദ് ആവശ്യമുള്ള ഒരു സ്ഥലത്ത്, അത് അടിവരട്ട് പെടേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ മുമ്പിൽ കൊണ്ടുവന്ന് പള്ളി ഉണ്ടാക്കും. പള്ളി ആവശ്യമുള്ളിടത്ത് അല്ലാഹുവിന് വേണ്ടി ഒരു മസ്ജിദ് നിങ്ങൾ എടുത്താൽ വലൗ കമഫഹസി ഖതാ, ഒരു മാടപ്രാവിന് ഇരിക്കാവുന്ന അത്രയും സ്ഥലമേ ഉള്ളൂ. ഒരു മാടപ്രാവിന് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എത്രയാപ്പോ? ഒരു മെഹ്റാബിൽ എത്ര മാടപ്രാവിന് ഇരിക്കാം? അപ്പൊ അതിലും ചെറുത്, ഒരാൾക്ക് കഷ്ടിച്ചു നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. പക്ഷെ അല്ലാഹുവിന് വേണ്ടി മസ്ജിദായി നിങ്ങൾ വഖഫ് ചെയ്തു കൊടുത്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗത്തിൽ കൊടുക്കുന്നത് മാടപ്രാവിനിരിക്കാനുള്ള വീടല്ല, പിന്നെയോ ഒരു കൊട്ടാരം അല്ലാഹു പകരം കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനെ നമിക്കാനുള്ള, സാഷ്ടാംഗം ചെയ്യാനുള്ള ഇടമാണ്. ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ സുജൂദ് ചെയ്യുന്ന മനുഷ്യൻ സൂര്യനെ നൽകിയതിന് റബ്ബിനോട്, ചന്ദ്രനെ നൽകിയതിന്, രാവും പകലും തന്നതിന്, ജീവൻ തന്നതിന്, ഓക്സിജൻ തന്നതിന്, വെള്ളം തന്നതിന്, ജീവിക്കാനുള്ള എല്ലാ സസ്റ്റനൻസും തന്നതിന് റബ്ബിനോട് നന്ദി പറയാൻ മനുഷ്യൻ തലകുനിക്കാൻ എടുത്തു വെക്കുന്ന ഒരു സ്ഥലത്തേക്കാളും പുണ്യമുള്ള എന്തുണ്ട് ഈ ഭൂമിയിൽ? എന്തുണ്ട് പിന്നെ ഈ ഭൂമിയിൽ? അതുകൊണ്ടാണ് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറ. ഇബ്രാഹിം നബിയുടെ മാർഗം നിങ്ങൾ പിൻപറ്റണമേ. മഹാനവറുകൾ ദുആ ചെയ്തു പോയി, അല്ലാഹുവേ ഞാനിതാ വെള്ളമോ വെളിച്ചമോ സസ്യലതാദികളോ ഒന്നുമില്ലാത്ത, മനുഷ്യര് പോലുമില്ലാത്ത ഒരു നാട്ടിൽ എൻ്റെ ഭാര്യയെ ഞാൻ ആക്കി പോരുകയാണ് നീ പറഞ്ഞതനുസരിച്ച്. റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ്, അല്ലാഹുവേ അവരെ നിസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടിയാണ്.
കുട്ടികളൊക്കെ എഞ്ചിനീയറും ഡോക്ടറൊക്കെയാണ്, പക്ഷെ നിസ്കരിക്കൂല. എന്താ കാര്യം? ഒരു കാര്യമില്ല. നല്ല വിദ്യാഭ്യാസം കൊടുത്ത് മക്കളെ വളർത്തിയിട്ടുണ്ട്, പക്ഷെ അവർക്ക് നിസ്കരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ നിസ്കരിക്കാൻ മടിയാണ്. അവർ സന്ദേഹ രോഗികളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവേ, ഞാൻ ഇവരെ ആക്കിപ്പോരുന്നത് റബ്ബനാ ലിയുഖീമുസ്സലാഹ്, അവർ നിസ്കാരം നിലനിർത്തുന്നവരായി മാറാൻ വേണ്ടിയാണ്. റബ്ബേ ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം, അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സ് അവരിലേക്ക് കൊടുക്കണമേ. ജനങ്ങൾക്ക് ഈ നാട്ടിലേക്ക് വരാനും എന്റെ മക്കളെ ശ്രദ്ധിക്കുവാനും അല്ലാഹുവേ ജനങ്ങളുടെ കൽബിൽ നീ ഒരു സ്നേഹം കൊടുക്കണമേ. ജനങ്ങൾ ഓടുകയാണ്, മക്കയിലേക്ക് ഒഴുകുകയാണ്. ഹജറുൽ അസ്വദ് മുത്താൻ ഒരു നേരം നോക്കിയാൽ കിട്ടൂല. സുബ്ഹാനല്ലാഹ്, ജനങ്ങൾ ഒഴുകുകയാണ് മക്കയിലേക്ക്. പല നാട്ടുകാർ, പല ഭാഷ സംസാരിക്കുന്നവര്. ഇബ്രാഹിം നബിന്റെ ദുആയാണ്, അല്ലാഹു അവരൊക്കെ ഇങ്ങോട്ട് വരുത്തണം കേട്ടോ. വർസുഖുഹും മിനത്ത് തമറാത്ത്, അല്ലാഹുവേ നീ അവർക്ക് പഴവർഗ്ഗങ്ങൾ കൊടുക്കണമേ. പ്രധാന അന്നജം കഴിഞ്ഞിട്ട് പിന്നെ പഴം കഴിക്കുക. അതായത് അല്ലാഹുവേ അവർക്ക് ജീവൻ നിലനിൽക്കാനുള്ള ഭക്ഷണം മാത്രം പോരാ, അവർക്ക് പരിപോഷണം കൊടുക്കണം. അതും എത്തി മക്കയിലേക്ക്. മക്കളെ അത്രമേൽ ദൂരെ കൊണ്ടുപോയി പാർപ്പിച്ചത് റബ്ബനാ ലിയുഖീമുസ്സലാഹ്, അവർ നിസ്കാരം നിലനിർത്താനാണ്. ഇബ്രാഹിം നബിന്റെ മാർഗം പിൻപറ്റണം. നമ്മുടെ മക്കളൊക്കെ വല്ല അറബി കോളേജിലോ പള്ളി ദർസുകളിലോ ദീനി സ്ഥാപനങ്ങളിലോ കൊണ്ടുപോയി ഒന്ന് വിട്ടു നിർത്തി പഠിപ്പിക്കുക. എന്തിനെന്നറിയോ? അവർ ദീൻ പഠിക്കാൻ വേണ്ടി. അവർ നിസ്കാരം നിലനിർത്തുന്നവരായി നമ്മുടെ കുടുംബത്തിൽ വന്ന് വെളിച്ചമായി അവർ മാറണം. അതിനൊന്നും മാറ്റിപ്പാർപ്പിക്കുക, അതിനൊന്നും പ്രയാസപ്പെടേണ്ടതില്ല. അല്പസങ്കടമൊക്കെ ഉണ്ടാവും. അപ്പമാരാവുമ്പോൾ സ്വാഭാവികമായും ആദ്യത്തെ ദിവസം മക്കളൊക്കെ ഒരു ദീനി സ്ഥാപനത്തിലാക്കി കൊടുക്കുമ്പോൾ റബ്ബേ എൻ്റെ വീട്ടിൽ എത്ര സൗകര്യത്തിൽ നിന്നാണ് എൻ്റെ മോനെ പോകുന്നത്, ഒരു കണ്ണീരൊക്കെ വന്നു വരും. ഒന്നും സാരമില്ല. എന്തിന്? റബ്ബനാ ലിയുഖീമുസ്സലാഹ്. ഇബ്രാഹിം നബി മക്കയിലാ കൊണ്ടുപോയി ആക്കിയത്. അന്ന് ആരുമില്ല അവിടെ. അങ്ങനെ പറമ്പിൽ കൊണ്ടുപോയി ആക്കാനല്ല നമ്മൾ ഈ പറയുന്നത്. പള്ളി ദർസിൽ മഹല്ല് ഒക്കെ നന്നായി നോക്കി നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, നല്ല നല്ല ദീനി സ്ഥാപനങ്ങളില്ലേ നമുക്ക് ചുറ്റും. ഇബ്രാഹിം നബിന്റെ മാർഗം പിൻപറ്റണം. അത് ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോഴാ പിൻപറ്റി എന്ന് പറയുള്ളൂ. റബ്ബനാ ലിയുഖീമുസ്സലാഹ്. നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സാറാ ബീവി റളിയല്ലാഹു അൻഹയെ ദുഷ്ടനായ ഭരണാധികാരി പിടിച്ചു വെച്ചപ്പോൾ സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ തിരിച്ചു വരുന്നവരെ അവിടെ നിസ്കരിക്കുകയായിരുന്നു നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹുവേ, എൻ്റെ ഭാര്യ പ്രതിസന്ധിയിലാണ് റബ്ബേ, അവളെ അയാൾ കൈവെക്കുമോ, എൻ്റെ ഭാര്യയെ അയാൾ പിടിച്ചു വെക്കുമോ? ദുഷ്ടനായ ഈജിപ്തിലെ അന്നത്തെ ഭരണാധികാരി പേടിയിലായിരുന്നു. അങ്ങനെ പേടിയുണ്ടാകുമ്പോൾ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ നബി തങ്ങൾ വേഗം നിസ്കരിക്കാറാണ് പതിവ്. ഒരു ബുദ്ധിമുട്ട് വന്നാൽ വുളു എടുത്ത് വേഗം 2 റക്അത്ത് നിസ്കരിക്കുക. ടെൻഷൻ അടിച്ചിട്ടാണ് വരുന്നത് അങ്ങാടിയിൽ നിന്ന്, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന്, അല്ലെങ്കിൽ കച്ചവട സ്ഥാപനത്തിൽ നിന്ന്, അല്ലെങ്കിൽ മക്കൾ പഠിക്കുന്നിടത്ത് നിന്ന് എന്തോ ടെൻഷൻ അടിക്കുന്ന വർത്തമാനം കേട്ടാണ് കയറി വരുന്നത്. ഇവിടെ ഭാര്യയോട് മക്കളോട് ദേഷ്യപ്പെട്ട് കയർക്കാൻ നിൽക്കല്ലേ, വുളു എടുത്തിട്ട് പോയി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കേ. كان رسول الله صلى الله عليه وسلم إذا حزبه أمر فزع إلى الصلاة. നബി തങ്ങൾ അങ്ങനെയായിരുന്നു. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബിന് ഒരു വിഷമം വന്നാൽ ഹബീബ് സുന്നത്ത് നിസ്കാരം തുടങ്ങും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫർള് പോലും അങ്ങനെയാ തങ്ങൾ പറയാ, അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലേ ഇഖാമത്ത് കൊടുത്തോളൂ, ഇഖാമത്ത് വിളിച്ചോളൂ, ആ നിസ്കാരത്തിലൂടെ നമുക്ക് ആശ്വാസം ഉണ്ടാവട്ടെ, അതുകൊണ്ട് ഇഖാമത്ത് വിളിച്ചോളൂ ബിലാലേ എന്ന് പറയാൻ നബി തങ്ങൾ ഉപയോഗിക്കാറുള്ള വാക്ക് അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലേ നിസ്കാരം കൊണ്ട് നമുക്ക് ആശ്വാസം തരൂ എന്ന് പറഞ്ഞ ഇഖാമത്ത് കൊടുക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം നിസ്കരിക്കുകയായിരുന്നു. സാറാ ബീവിയെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. ബീവിയെ തൊടാൻ വേണ്ടി അയാൾ കൈ നീട്ടിയപ്പോഴേക്കും അയാളുടെ കൈ അല്ലാഹു തആല അവിടെ സ്റ്റിഫായി കൊടുത്തു. പിന്നെ കൈ മടങ്ങുന്നില്ല, ഫ്രോസൻ, കൈ അനങ്ങുന്നില്ല. താണുകയാണ്, പറഞ്ഞു, നീ എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്, എന്താണ് നീ എന്നോട് ചെയ്തത്? സാറാ ബീവി റളിയല്ലാഹു അൻഹ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ഇയാൾക്ക് നീ മാപ്പ് കൊടുത്തേക്ക്. അപ്പൊ കൈ താഴെയായി.
വീണ്ടും സാറ ബീവിയെ കൈപിടിക്കാൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടി വരാൻ, അപ്പോഴും കൈ ഉറച്ചു പോകുന്നു. മൂന്നാമത്തെ തവണയും സാറാ ബീവിയെ തൊടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് രാജാവ് ഈ പെണ്ണിനെ, മഹദിയായ സാറാ ബീവിയെ കൊണ്ടുവന്ന ആളുകളോട് ചോദിച്ചത്, അജിതുമൂനി ബിശൈത്വാന, ഒരു പിശാച് പെണ്ണിനെയാണോ നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്? ഇത് മനുഷ്യയല്ലല്ലോ, ഇത് മനുഷ്യനല്ലല്ലോ, കൊണ്ടുപോകൂ അവളെ എൻ്റെ മുമ്പിൽ നിന്ന്. അങ്ങനെ സാറാ ബീവിയിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവമുണ്ടാകുമോ എന്ന് പേടിച്ച് സാറാ ബീവിയെ സന്തോഷിപ്പിക്കാൻ സമ്മാനമായി കൊടുത്തതായിരുന്നു ഹാജർ റളിയല്ലാഹു അൻഹ. അങ്ങനെ മഹദിയായ സാറാ ബീവി റളിയല്ലാഹു അൻഹ ഇബ്രാഹിം അലൈഹിസ്സലാം പുറത്ത് കാത്തു നിൽപ്പുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അരികത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം സുജൂദിൽ കിടന്ന് ദുആ ഇരക്കുകയാണ്. സുജൂദിലാണ്, ദുആയിലാണ്. നമ്മൾ പ്രയാസം വന്നാൽ അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക്, നിസ്കാരത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണം എന്നാണ്. അത് ഇബ്രാഹിം നബിയുടെ മാതൃകയാണ്. ഖുൽ സദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫാ, എൻ്റെ ഇബ്രാഹിം നബിയുടെ മാർഗം നിങ്ങൾ പിൻപറ്റണമേ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ, അള്ളാഹുവിന്റെ പ്രകീർത്തനങ്ങൾ അങ്ങ് വാഴ്ത്തുക നബിയേ, അള്ളാഹുവിന് നന്ദി പറയണം. അല്ലാഹുമ്മ ലക്കൽ ഹംദു യാ റബ്ബ് വകും മിനസ് സാജിദീൻ, സുജൂദ് വർദ്ധിപ്പിക്കുന്നവരിൽ അങ്ങ് ഉണ്ടാവണം നബിയേ. സുജൂദ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ റക്അത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം. നമ്മൾ തറാവീഹ് ഒക്കെ 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ചിലരെങ്കിലും സ്പീഡിൽ നിസ്കരിക്കുന്നുണ്ട്. സ്പീഡൊന്ന് കുറച്ചാൽ മതി, സമയല്ലോ നിസ്കരിച്ചാൽ മതിയല്ലോ. പക്ഷെ അതില് 20 നിസ്കാരം വേണ്ട എന്ന് പറയുന്നവർ എന്ത് പറയും? അതിനേക്കാളൊക്കെ നല്ല നല്ല വൃത്തിയിൽ 8 റക്അത്ത് നിസ്കരിക്കലല്ലേ, കുറച്ച് ടൈം എടുത്തിട്ട് ഇങ്ങനെ കുത്തി പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ പറയരുത്. കാരണം സുജൂദിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും ഒരു കൂലിയാണ്. റക്അത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നാണ് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ന്യായം വെച്ചിട്ട് ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല, നേരിടാൻ പറ്റില്ല. അത് 4 മദ്ഹബിന്റെയും അഭിപ്രായം അത് തന്നെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പ്രത്യക്ഷമായ വാരിദായ ഒരു റിവായത്തും വരാതെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ്. ഇജ്മാ ഒരു റിവായത്ത് കൊണ്ടല്ലല്ലോ തറാവീഹ് 20 ആയത്, ഇജ്മാ കൊണ്ടാണ്. അപ്പോ റക്അത്തിന്റെ എണ്ണം ചുരുക്കിയിട്ട് നീട്ടം കൂട്ടിയാൽ പോരെ, ഖിറാഅത്ത് കൂട്ടിയാൽ പോരെ എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ, പക്ഷെ തറാവീഹിൽ അത് ചെയ്യണം. തറാവീഹ് 20 തന്നെ നിസ്കരിക്കണം. അത് 20 നീട്ടി നിസ്കരിക്കാൻ പറ്റുന്നെങ്കിൽ മാഷാ അല്ലാഹ്. പക്ഷെ എന്ത് ചെയ്യരുത്, കുത്തിമറിയുന്ന ആ ഒരു എക്സ്പ്രസ് പോക്ക് പോണ്ട, അത് വേണ്ട. അത് അള്ളാഹുവിന്റെ അടുത്തേക്ക് മനസ്സ് കൊടുക്കാൻ കഴിയും. അള്ളാഹുവിനെ പറ്റി ഓർക്കണ്ടേ, ഖുർആൻ കേൾക്കണ്ടേ റമദാനൊക്കെ ആവുമ്പോഴേ അല്ലേ. നിസ്കാരത്തിൽ റക്അത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കൽ മറ്റൊരു പുണ്യമാണ്. റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന് വുദൂഇന്റെ വെള്ളം എടുത്തു കൊടുക്കുന്ന സ്വഹാബിയാണ്. തങ്ങള് സ്വഹാബിയോട് ചോദിച്ചു, നമുക്കൊരു ഉപകാരം ചെയ്യുന്ന ആളോട് തിരിച്ചൊരു ഉപകാരം ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ സാധാരണ മലയാളികളായ ഞാൻ നിങ്ങളൊക്കെ മലയാളികളാണല്ലോ, നമുക്ക് ചെറിയൊരു കുഴപ്പങ്ങൾ, ഒരുപാട് നന്മകളുണ്ട്, പക്ഷെ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. അതിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു നമ്മുടെ പേഴ്സ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അത് ഒരാൾ എടുത്തു കൊണ്ടുവന്ന എന്നാ ശരി, ഒരു ചിരി പറഞ്ഞു കൊടുത്തു. അത് കിട്ടാതിരുന്നാൽ നോക്കണ്ട അതിന്റെ വിഷമം എത്രയായിരിക്കും, എന്തെല്ലാം കാർഡും കാര്യങ്ങളും ഉണ്ടാവും, എന്തെല്ലാം ഡോക്യുമെന്റ്. ആ മനുഷ്യനോടൊരു നന്ദിയോ, എന്നാ വാ ഒരു ചായ കുടിച്ചിട്ട് പോകാം, എനിക്ക് ആ ഒരു ചായെങ്കിലും നിനക്ക് വാങ്ങിച്ചു തരണം, അങ്ങനെ പോവല്ലേ. അങ്ങനെ ഒരു വാശിയിൽ ഒരാൾക്ക് ഉപകാരം തിരിച്ചു ചെയ്തു കൊടുക്കുക, ആ പരിപാടി വളരെ കുറവാണ്. എന്നാ ശരിട്ടോ എന്ന് പറയും. ആ ചിരി കൊണ്ട് ഇപ്പൊ എന്താ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ആ മനുഷ്യന് നമുക്ക് ചെയ്തെന്ന ഉപകാരത്തിന് പകരായോ അത്? നമുക്ക് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചുപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുന്നവരെ തിരിച്ചു കൊടുക്കുക തന്നെ വേണം. അത് പറ്റില്ലെങ്കിൽ നിങ്ങൾ ദുആ ചെയ്തു കൊടുക്കണം. എന്നിട്ട് ഹത്താ തഅലമു അന്നകും കാഫഅതും, അങ്ങനെ നിങ്ങൾ പകരം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സമാധാനം വരുന്നവരെ. ഒന്നും ചെയ്യാൻ കഴിയില്ല, ജസാക്കല്ലാഹു ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് ഖൈർ തരട്ടെ, എനിക്കൊന്നും തരാൻ കഴിയില്ല കേട്ടോ, എൻ്റെ അടുത്ത് ഒന്നുമില്ല, സലാം പറഞ്ഞു പിരിഞ്ഞു മതി. പക്ഷേ എന്തെങ്കിലും തിരിച്ചൊരു സമ്മാനം കൊടുക്കാൻ കഴിയുന്ന ആളുകൾ എന്ത് ചെയ്യണം? കൊടുക്കണം. എവിടെ നിന്ന് മനസ്സിലായി? റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു നബിക്ക് വുദൂഇന്റെ വെള്ളം എടുത്തു കൊടുക്കുന്ന സ്വഹാബിയാണ്. പിന്നെ നമ്മുടെ നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ നിൽക്കാൻ നിർച്ചയാക്കിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ഇരുന്നോളി, ഒരുപാട് സ്ഥലമുണ്ട് ഇരിക്കാൻ. അല്ല നിൽക്കലാണ് നമുക്ക് ഉഷാറ് എന്നൊരു റാഹത്തിൽ നിൽക്കുകയാണെങ്കിൽ നിന്നോളി, ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല. ഇവിടെ ഒരുപാട് കസേരകൾ ഈ സൈഡിലൊക്കെ ബാക്കിയുണ്ട്, അവിടെ വന്ന് ഇരുന്നാൽ എന്ത് ചെയ്യുക, റാഹത്തിൽ നിൽക്കുക. നിൽക്കുന്നത് വലിയ സ്റ്റേജിന് ഇതുമായി പിടുത്തണ്ടായിട്ടാണ് നിൽക്കാൻ പറ്റണത്, അല്ലെങ്കിൽ കുഴങ്ങിപ്പോകും.
അപ്പോൾ ഇരുന്നോളൂ. അൽഹംദുലില്ലാ കസേരകളൊക്കെ മാഷാ അല്ലാഹ് ഉണ്ട്. എല്ലാവരും മജ്ലിസുൽ ഇൽമ് എന്നാ പറയാം. ഇൽമ് ഇരുന്ന് കേൾക്കുന്ന മജ്ലിസ്. ജലസ എന്ന് പറഞ്ഞാൽ ഇരിക്കാനാണ്. മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലം. മജ്ലിസുൽ ഇൽം, മജ്ലിസുൻ നൂർ എന്നൊക്കെ പറയില്ലേ, ഇൽമിന്റെ മജ്ലിസ്. ഇരുന്ന് കേൾക്കണം, അതിനൊരു ബറക്കത്തും അല്പം ശ്രദ്ധ കൂടും. തങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ സമയമായാൽ മഹാനായ നബി തങ്ങൾ ചോദിക്കും, വെള്ളം എടുത്തു കൊടുക്കും, അവിടെ കൊണ്ടുപോയി വെച്ചു കൊടുക്കും. ബാത്റൂം പോയി വന്നാൽ തങ്ങൾ ഉദു കൊടുക്കും. അപ്പോൾ ഉദുവിന്റെ വെള്ളം കൊണ്ടുപോയി തങ്ങൾ ചോദിക്കാതെ ചെയ്തിരുന്ന സ്വഹാബിയാണ്. ആ സ്വഹാബിയോട് നബി തങ്ങൾ ഒരിക്കൽ തിരിച്ചു ചോദിച്ചു. ഒരുപാട് ഉപകാരം ചെയ്യുന്ന ആളല്ലേ, തങ്ങൾക്ക് അങ്ങോട്ട് ഒരു ഉപകാരം തിരിച്ചു ചെയ്യണം തങ്ങൾക്കും ആഗ്രഹമായി. തങ്ങൾ ചോദിച്ചു, സൽനി യാ റബീഅ, സൽനി ഹാജതക യാ റബീഅ. റബീഅ മിസ്രികളൊക്കെ പറയും അയ്യ ഹാഗ, എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ അല്ലേ, അയ്യ ഹാഗ. സൽനി ഹാജതക യാ റബീഅ. റബീഅ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഞാൻ ചെയ്തു തരേണ്ട വല്ല ആവശ്യവുമുണ്ടോ, എന്നോട് ചോദിച്ചോളൂ. ആര് ചോദിച്ചു? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങളോട് എന്താ മറുപടി പറഞ്ഞത്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്നഹ്. നബിയേ, അങ്ങയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഇരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയേ. വല്ലാത്ത മറുപടിയാണെന്ന് മഹാന്മാർ പറയാ. സ്വർഗ്ഗത്തിൽ ഇരിക്കണം എന്ന് മാത്രമല്ല പറഞ്ഞത്, അങ്ങയുടെ അരികത്ത് സീറ്റ് കിട്ടും വേണം, അങ്ങയുടെ അരികത്ത് എനിക്കിരിക്കണം. അവ ഗൈറദാലിക്, വേറെന്തെങ്കിലും അത് മാത്രം മതി നബിയെ, വേറൊന്നും വേണ്ട. നോക്കണം, അത് മഹാനവരുടെ ഫിഖഹായിരുന്നു, അവരുടെ ദീനീ ബോധമാണത്. കാരണം അന്ന് നബി തങ്ങളോട്, നബിയെ വസ്ത്രം വേണം, തങ്ങളെ എനിക്ക് ഒട്ടകം വേണം, തങ്ങളെ എനിക്ക് പൈസ വേണം, ഇതൊക്കെ ചോദിക്കുന്ന അറാബികളുണ്ട്. ഒരു ദുന്യാവും ചോദിച്ചില്ല. അള്ളാഹുവിനോട് ചോദിച്ചത് എന്താണ്? എനിക്ക് സ്വർഗം വേണം നബിയെ, എനിക്ക് സ്വർഗം തരണം, അത് അങ്ങയുടെ കൂടെ ആവണം. തങ്ങൾ പറഞ്ഞു, ഞാനത് വാങ്ങിച്ചു തരാം, പക്ഷേ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ റബീഅ, സ്വർഗത്തിൽ എന്റെ കൂടെ ഇരിക്കാൻ ഞാൻ അവസരം വാങ്ങിത്തരും, അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യും ഞാൻ, പക്ഷേ എന്നെ ഒന്ന് സഹായിക്കണേ, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം, കഥറത്തു സുജൂദ് വർദ്ധിപ്പിക്കണം. അപ്പൊ നമ്മളൊക്കെ മിനിമം ടാർഗറ്റ് ഫർള് നിസ്കരിക്കാന്നാണ്. അത് വന്ന് കുറച്ച് മുമ്പോട്ട് പോകാൻ സമയമായിക്കണം. ഫർള് നിസ്കരിക്കുക, അതിന്റെ മുമ്പോ ശേഷോ സുന്നത്തുണ്ടെങ്കിൽ ആ സുന്നത്തും കൂടെ നിസ്കരിക്കുക, റവാത്തിബുകൾ നിസ്കരിക്കുക, സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. മറ്റേതൊക്കെ ഏത് ലോക്കൽ മുസ്ലിം ഫർള് നിസ്കരിക്കൂലേ? നമ്മളെ നാട്ടിലെ ബംഗാളികൾ ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും, അതിന്റെ ശേഷം നിസ്കരിക്കുന്നവരുണ്ടാ, ശേഷം 2 റക്അത്ത് നിസ്കരിക്കും. അതൊക്കെ മുഅക്കദായോ വാജിബോ ആയ പോലെ ഹനഫി മദ്ഹബിലൊക്കെ അത് വാജിബാണ്, അവർ സുന്നത്ത് നിസ്കരിക്കും. നമ്മൾ ഫർള് കഴിഞ്ഞാൽ തന്നെ അൽഹംദുലില്ലാ ഫർള് നിസ്കരിച്ചല്ലോ, അത് പോരാ, മുതൽ മുടക്കേ ഉണ്ടാവുള്ളൂ, ലാഭം ഉണ്ടാവില്ല. ലാഭം വേണം, അപ്പൊ സുന്നത്ത് നിസ്കരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു തആല ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂടെ അങ്ങ് ആയി തീരണമേ നബിയേ, അങ്ങ് സുജൂദ് ചെയ്യുന്നവരുടെ കൂടെയാവണം. ആരെയൊക്കെ അനുകരിക്കണം എന്ന് അല്ലാഹു പറഞ്ഞ ചർച്ചകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. മാ ഊഹിയ ഇലയ്യ, നബി തങ്ങൾ പറയുന്നു, അല്ലാഹു എന്നോട് വഹി നൽകിയിട്ടില്ല. എന്തിന്? അൻ അജ്മഅൽ മാല വഅകൂന മിനത് താജിരീൻ, സമ്പത്തുണ്ടാക്കാനും വലിയ കച്ചവടക്കാരനാവണമെന്നും അല്ലാഹു എന്നോട് വഹി നൽകിയിട്ടില്ല. വലാകിൻ ഊഹിയ ഇലയ്യ, എന്നാൽ എന്നോട് വഹി നൽകപ്പെട്ടത് കച്ചവടം ഉണ്ടാക്കാനല്ല. അൻ സബ്ബിഹ് ബിഹംദി റബ്ബിക്, അങ്ങ് അല്ലാഹുവിന്റെ സ്തുതി പാടുകയും അല്ലാഹുവിനെ നന്ദി പറയുകയും ചെയ്യണം. വകും മിനസ് സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരോടൊപ്പമാവണം നബിയെ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം ആസന്നമാകുന്നവരെ അല്ലാഹുവിന്റെ ഇബാദത്തിൽ കഴിയുകയും വേണം. വഅബ്ദു റബ്ബക, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. ഹത്താ യഅതിയകൽ യഖീൻ, യഖീൻ അറബിയിൽ പറഞ്ഞാൽ ഉറപ്പ് എന്നാണ്. ഉറപ്പ് കിട്ടണവരെ റബ്ബേ, അങ്ങനെയല്ല ഇതിനർത്ഥം. യഖീൻ എന്നതിന് ഇവിടെ അർത്ഥം അൽ മൗത്ത്, മരണം എന്നാണ്. പരിഭാഷ വായിച്ച് ചിലർക്ക് നിസ്കാരം വരെ നിർത്തിയിട്ടെന്നാ കേട്ടത്. ഉറപ്പ് കിട്ടണവരെ നിസ്കരിക്കണം എന്നല്ലേ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. എനിക്കിപ്പോൾ ഉറപ്പാണ്, അള്ളാന്റെ കാര്യത്തിലൊക്കെ ഉറപ്പ്, ഞാൻ നിസ്കാരം നിർത്തുകയാണ്. അത് കിട്ടണവരെ യഖീനായിട്ടുണ്ട്. യാ അല്ലാഹ്, അത് ദുർവ്യാഖ്യാനമാണ്. മഅദല്ലാഹ്, അള്ളാഹുവിന്റെ കലാമിനോട് ചെയ്യുന്ന അനീതിയാണ്. അങ്ങനെയൊക്കെ കേരളത്തിൽ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പ് വരുന്നവരെ നിസ്കരിക്കണം എന്നല്ലേ പറഞ്ഞത്. എനിക്ക് ഉറപ്പ്, അതിന് ഉറപ്പ് നല്ലല്ലോ അവിടെ അർത്ഥം. യഖീൻ അർത്ഥം എന്താണ് അവിടെ? അൽ മൗത്ത്, ലോകത്ത് വരും കിട്ടും എന്ന് ഉറപ്പുള്ള സാധനം മരണം മാത്രമേ ഉള്ളൂ. അത് വരുന്നില്ല, ഒരു സംശയമില്ല. സുബ്ഹാനല്ലാഹ്. ആ മരണം വരുന്നവരെ
വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണമാസന്നമാകുന്നവരെ നബിയെ അങ്ങ് അല്ലാഹുവിന്റെ ഇബാദത്തിൽ കഴിയണം. ഇതാണ് എന്നോട് ആഹ്വാനം ചെയ്യപ്പെട്ടത്. കച്ചവടം ചെയ്ത് സമ്പത്തുണ്ടാക്കാനല്ല എന്നോട് ആഹ്വാനം ചെയ്യപ്പെട്ടത്. തസ്ബീഹ് ചൊല്ലാനും ഹംദ് ചെയ്യാനും അല്ലാഹുവിനെ നിസ്കരിക്കാനുമാണ്. വകും മിനസ് സാജിദീൻ. നിസ്കരിക്കുന്നവരോടൊപ്പമാവുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നിസ്കാരം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഭയങ്കരമായിട്ട് നിസ്കാരം ഇഷ്ടപ്പെടുന്നവർ, ഖുർആൻ ഇഷ്ടപ്പെടുന്നവർ, നോമ്പ് ഇഷ്ടപ്പെടുന്നവർ എന്നൊക്കെ ഉണ്ടാവും. യാ അല്ലാഹ്, അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. വകൂനൂ മഅസ് സ്വാദിഖീൻ. സത്യം പറയുന്നവരോടൊപ്പം നിൽക്കണമേ. നുണ പറയുന്നവരോടൊപ്പം നിൽക്കരുത്. നുണ പറഞ്ഞു എന്നാണ് ബോധ്യപ്പെട്ടത്, നുണ പറഞ്ഞു എന്ന് പോലും സമ്മതിക്കാതെ വീണ്ടും നുണ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവും. മനുഷ്യന്മാര് പല വിധമാണ്. അത്തരം സംഘടനകളിലോ അത്തരം ആൾക്കാരുടെ കൂടെയോ നിങ്ങൾ നിൽക്കരുത്. അള്ളാഹുവിന്റെ ആഹ്വാനമാണ്. നുണ പറയുന്ന പറ്റിക്കുന്ന മനുഷ്യന്മാരുടെ കൂടെ എന്ത് ചെയ്യരുത്, നിൽക്കരുത്. കൂനു മഅസ് സ്വാദിഖീൻ. സജ്ജനങ്ങളുടെ സത്യം പറയുന്നവരുടെ കൂടെയാവണം. സത്യം പറയുന്നവരായിരിക്കണം നിങ്ങളുടെ കൂട്ടുകാര്. ആരെയൊക്കെ നമ്മൾ പിൻപറ്റണം, ആരോടൊപ്പം നിൽക്കണം, സജ്ജനങ്ങളുടെ പാതയിൽ ചലിക്കണമെങ്കിൽ ആരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ? ഇനി പറയുന്നത് സത്യം പറയുന്നവരാകണം. പിന്നെ ദീനിന്റെ സഹായികളായ ആളുകൾ. അല്ലാഹു സൂറത്തു സഫിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ്. സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാവണം. നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കണം. അല്ലാഹുക്ക് നമ്മുടെ സഹായം ആവശ്യമായിട്ടല്ല, പക്ഷെ ആ പ്രയോഗം അതാണ്. നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്ന പോലെ അല്ലാഹുക്ക് നിങ്ങളുടെ സഹായം ആവശ്യമായത് കൊണ്ടല്ല. അപ്പോഴാണ് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിക്കൂ. ദീനിന്റെ സഹായികളാവണം. അപ്പൊ പള്ളിയും മദ്രസയും മഹല്ലും ഒക്കെ നോക്കി നടത്തുന്ന ആളുകൾ, അത് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രം. അതിലൊരു പെരുമയോ ഒരു അഹങ്കാരമോ ആരും വിചാരിക്കും ചെയ്യരുത്. ഇതൊരു ഖിദ്മത്താണ്. ഉമ്മത്തിന്, ഈ സമുദായത്തിന് ചെയ്യുന്ന ഒരു ഖിദ്മത്താണ്, ഒരു സേവനമാണ്. അതിന്റെ പേരിൽ ഒരു ആനുകൂല്യവും ആരും പറ്റുകയും വരുത്. അങ്ങനെയാണെങ്കിൽ കൂനു അൻസ്വാറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികൾ ആവണേ എന്ന ആഹ്വാനം പിൻപറ്റി. كما قال عيسى ابن مريم للحواريين. ഈസാ നബി അലൈഹിസ്സലാം ഹവാരികളോട് പറഞ്ഞ പോലെ, മൻ അൻസ്വാരി ഇലല്ലാഹ്. ഹവാരികളെ, അപ്പോസ്തലന്മാരെ 12 പേരുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നു 12 പേര്, ഈസാ നബിയുടെ ഉറ്റമിത്രങ്ങള്. ഖാലൽ ഹവാരിയൂന നഹ്നു അൻസ്വാറുല്ലാഹ്. ഹവാരികൾ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാണ് ഈസാ നബിയേ എന്ന്. ഈസാ നബിയുടെ കൂടെ ഹവാരിയുകൾ നിന്ന് കൊടുത്ത പോലെ നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയം വരുമ്പോൾ കൂടെ നിന്ന് കൊടുക്കണം, കൂടെ നിന്ന് കൊടുക്കണം. അതുകൊണ്ടാണ് മഹാന്മാരായ സംസ്ഥയുടെ നേതാക്കന്മാർ, ഉസ്താദുമാർ ആഹ്വാനം ചെയ്തപ്പോൾ നമ്മൾ ആ ആഹ്വാനങ്ങളെ നെഞ്ചിലേറ്റ് ചെയ്ത് സ്വീകരിച്ചത്. ദീനിന്റെ ആലിമീങ്ങൾ അവരുത്തരവിറക്കുമ്പോൾ അതനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. പിന്നെ അല്ലാഹു തആല സജ്ജനങ്ങളെ പുകഴ്ത്തി പറയുന്നു, والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ഇങ്ങനെ പറയുന്നവരും ആകണം നമ്മൾ. അല്ലാഹു നമ്മളെ ചിലരോട് സാദൃശ്യപ്പെടാൻ ആഹ്വാനം ചെയ്യുകയാണ്. ചരിത്രങ്ങളിലേക്ക് വഴിയെ വരാം, ഞാൻ അതിന്റെ ആമുഖം പറയാൻ. അല്ലാഹു ചില ആളുകളെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ ഇവർ ചെയ്യുന്ന പോലെ ചെയ്യണം, ഇവരെ പോലെ ആവണം എന്ന് അല്ലാഹു നമ്മളോട് ആഹ്വാനം ചെയ്യാൻ. അതിൽപ്പെട്ടത് ഇങ്ങനെ ദുആ ഇറക്കുന്നവർ. വല്ലദീന യഖൂലൂൻ ربنا هب لنا من أزواجنا وذرياتنا قرة أعين. അല്ലാഹുവേ, എൻ്റെ ഭാര്യയിലും എൻ്റെ മക്കളിലും, ഒരു ഭാര്യ ദുആ ഇറക്കുമ്പോൾ എൻ്റെ ഭർത്താവിലും എൻ്റെ മക്കളിലും എനിക്ക് കൺകുളിർമ നൽകണമേ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. സജ്ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ പറ്റുന്ന ആളായ അല്ലാഹുവേ എന്നെ മാറ്റിത്തരണമേ. സജ്ജനങ്ങൾക്ക് ഇമാമ നിൽക്കാൻ പറ്റുന്ന ആളാക്കി തരണമേ. ഇങ്ങനെ ദുആ ഇറക്കുന്നവർ. മലയാളത്തിൽ നമ്മൾ ദുആ ഇറക്കുന്നുണ്ടാവും. ഉസ്താദുമാരെ, തങ്ങന്മാരെ, സയ്യിദന്മാരെ കാണുമ്പോൾ ദുആ ഇറക്കാൻ പറയും, മക്കൾ സ്വാലിഹായി കിട്ടാൻ വേണ്ടി ദുആ ഇറക്കണേ. അതിന്റെ മലയാളം, അതിന്റെ അറബിയാണ് ഇപ്പത്. മക്കൾ സ്വാലിഹീങ്ങളാവണേ, മക്കളൊക്കെ നന്നായി കാണാൻ ദുആ ഇറക്കണേ. മക്കൾ പഠിക്കുന്നുണ്ട്, ഹിഫ്ദിന് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അറബി കോളേജിലുണ്ട്, ദാറുൽ ഹുദയിലുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ദീനി സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്, അവരൊക്കെ ഒന്ന് പഠിച്ചു പൂർത്തിയാവാൻ ദുആ ഇറക്കണേ. ആ ആശയം അങ്ങനെ പറയുന്ന ആളുകൾ,
അവരോടൊപ്പമാവണം നിങ്ങളും അങ്ങനെ അവരെ ചേർത്ത് പറയണം. നിങ്ങളുടെ മക്കളും അങ്ങനെ ആയി കിട്ടാൻ നിങ്ങളും ദ്വാരക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അറബിയിൽ ദ്വാരക്കുമ്പോൾ അതിന്റെ പുണ്യമായി ഖുർആന്റെ ആയത്തിന്റെ കൂലിയുമായി ഒന്നൊരുമിച്ച് എല്ലാവർക്കും അറിയുന്ന ദ്വാരക്ക് എന്നാലൊന്ന് ചൊല്ലി നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യഖൂലൂൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹു നമ്മുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കി തരട്ടെ. അവർ സജ്ജനങ്ങളായി വളരണം, അവരിൽ നന്മയുണ്ടാവണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ്. നമ്മൾ പരിശ്രമിക്കുക, അള്ളാഹുവിനോട് ദുആരക്കും ചെയ്യുക, അള്ളാഹു സാധ്യമാക്കി തരട്ടെ. അള്ളാഹു നമ്മളോട് ഒരു ആഹ്വാനം കൂടെ പറയുന്നു, ഫസ്ബിർ ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസുൽ. നബിയേ അങ്ങ് ക്ഷമിക്കണം. തങ്ങളോടാ ഇതുപോലെ കമാ സബറ ഉലുൽ അസ്മി മിനർ റസുൽ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ ഉലുൽ അസ്മുകളായ നബിമാര് ക്ഷമിച്ച പോലെ അങ്ങും ക്ഷമിക്കണം നബിയേ. യാ അല്ലാഹ്, ആരാണ് ഉലുൽ അസ്മി നബിമാർ? നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനോട് അല്ലാഹുവിന്റെ ആഹ്വാനം എന്ന് പറഞ്ഞാൽ മൂസ നബിയെ പോലെ, നൂഹ് നബിയെ പോലെ, ഇബ്രാഹിം നബിയെ പോലെ, ഈസ നബിയെ പോലെ നബിയെ അങ്ങ് ക്ഷമിക്കണമേ. 950 കൊല്ലം പ്രബോധനം ചെയ്ത മെസപ്പൊട്ടാമിയ എന്ന് പറയുന്ന ഇറാഖിലെ ടൈഗ്രീസിൽ വന്ന മഹാ ടൈഗ്രീസ് യൂഫ്രട്ടീസിന്റെ ഇടയിൽ മെസപ്പൊട്ടാമിയയിൽ വന്ന നബിയാണ് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയോ ഇറാഖിൽ ജനിച്ചു, ഊറിൽ ജനിച്ചു, ഇറാഖിൽ. അവിടെ നിന്ന് ഈജിപ്തിലേക്ക് വന്നു, ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് വന്നു, ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക്, മക്കയിൽ നിന്ന് വീണ്ടും ഫലസ്തീനിലേക്ക്, ഫലസ്തീനിൽ നിന്ന് വീണ്ടും മക്കയിലേക്ക്. അങ്ങനെ അവസാന കാലം ജെറൂസലേമിനടുത്ത ഹിബ്രോണിൽ കഴിച്ചുകൂട്ടിയ മഹാനായ നബിയുല്ലാഹി ഖലീലുഹു ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ ജനിച്ചു. മഹാന്റെ ഖബറുള്ളത് ഫലസ്തീനിലാണ്. മസ്ജിദുൽ അഖ്സയിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ജെറൂസലേമിലേക്ക് കടക്കുന്നതിന് മുമ്പേ മഹാനായ മൂസാ നബിക്ക് മരണം സംഭവിക്കുകയായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണ് നമുക്കറിയില്ല. ഇബ്രാഹിം നബിയുടേതറിയാം, മൂസ നബിയുടേതറിയാം. ഈസാ അലൈഹിസ്സലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട നബിയാണ്. മസ്ജിദുൽ അഖ്സയുടെ ഏതാനും 2-3 കിലോമീറ്റർ അപ്പുറത്ത് ഒരു മലയുണ്ട്, ജബൽ സൈത്തൂൻ. ആ സൈത്തൂൻ മലയുടെ മുകളിൽ മഹാനായ നൂഹ് നബി, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ ആകാശ ലോകത്തേക്ക് അല്ലാഹു ഉയർത്തിക്കൊണ്ടുപോയ സ്ഥലം ഇന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ചെന്നാൽ കാണാൻ പറ്റും. അവിടെ നിന്നാണ് ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയത്. ജനിച്ചത് അവിടെയാണ്. വളർന്നതും ദഅവത്ത് ചെയ്തതുമെല്ലാം മഹാനായ ഈസാ നബി അലൈഹിസ്സലാം നിർവഹിച്ചത് ജോർഡാനിന്റെ ഭാഗങ്ങളിലും ഫലസ്തീനിലുമാണ്. അരീഹയിലാണ്, ജെറിക്കോയിൽ ഒക്കെ ഇന്ന് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. ഈ പ്രവാചകന്മാരൊക്കെ ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട് നബിയെ. ഫറോവയെ ഒന്ന് നശിപ്പിക്കണേ റബ്ബേ എന്ന് മൂസ നബിയും ഹാറൂൻ നബി അലൈഹിസ്സലാമും ദുആ ചെയ്തപ്പോൾ വഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞ് മിനിമം 60 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഫറോവ മുങ്ങി മരിക്കുന്നത് എന്ന് മഹാനായ അല്ലാമ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ക്ഷമിക്കാൻ വേണ്ടി പറയാണ്, നബിയേ അങ്ങും അങ്ങയുടെ അനുയായികളും വിഷമങ്ങൾ വരുമ്പോൾ ആ ശത്രുക്കൾ ഇപ്പോഴും തന്നെ ഭൂമിയിലേക്ക് ആഴണം, അവരൊന്ന് തകരണം, അവർക്കെന്തെങ്കിലും പറ്റണം. അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചത് കൊണ്ടായില്ല. അള്ളാഹുവിന്റെ കണക്കാക്കിയ സമയമെത്തുമ്പോഴാണ് കാര്യങ്ങൾ നടക്കുന്നത്. ക്ഷമിക്കണം നബിയെ, അങ്ങയുടെ മുമ്പുള്ള പ്രവാചകന്മാർ ക്ഷമിച്ചവരാണ്. അള്ളാഹു നമുക്ക് ക്ഷമ നൽകട്ടെ. ഇങ്ങനെ പ്രവാചകന്മാരെ, അംബിയായിനെ, സജ്ജനങ്ങളെ, ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ പിൻപറ്റാൻ നബി തങ്ങൾ നമ്മോട് പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ സജ്ജനങ്ങളുടെ മാർഗം പിൻപറ്റണമെന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന നിരവധി ഹദീസുകളാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. വഅദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബിയായ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോടൊരു വഅദ് പറഞ്ഞു. വഅദനാ, ഞങ്ങളോട് വഅദ് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദതൻ വജിലത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ. ഹബീബിന്റെ ഒരു വഅദ് ഉണ്ടായിരുന്നു.
മുത്തുനബി തങ്ങൾ വഅദ് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ പേടിച്ചു. ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഉറ്റി വീഴുകയാണ്. ഞങ്ങൾ കരഞ്ഞുപോയി. ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, കഅന്നഹാ മൗഇദതു മുവദ്ദിഇൻ, എന്തോ ഒരു വഅദാണ് നബിയേ ഇത്. അങ്ങ് ഞങ്ങളോട് യാത്ര ചോദിക്കുകയാണോ? ഇനി ഞങ്ങളെ കാണില്ല എന്ന് പറഞ്ഞ് അവസാനത്തെ വഅദാണോ നബിയേ ഇത്? ഞങ്ങൾ പേടിച്ചു പോകുന്നു റസൂലേ. ഞങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കൂ, ഞങ്ങളൊക്കെ കരയുകയാണ്. ഫഔസിനാ, ഇത് ഞങ്ങളോടുള്ള അവസാനത്തെ വഅദാണെങ്കിൽ അങ്ങ് ഞങ്ങൾക്കൊരു സാരോപദേശം നൽകണേ, ഒരു വസിയത്ത് നൽകണേ എന്ന് സ്വഹാബിമാർ നബിയോട് ചോദിക്കുന്നു. ഹദീസ് ഇമാം ബുഖാരി തങ്ങളും സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിലും അബൂ ദാവൂദ് ഒരുപാട് സ്വഹീഹുകളിൽ വന്നിട്ടുള്ള ഹദീസാണിത്. നബി തങ്ങൾ പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹ്, ഞാൻ നിങ്ങൾക്ക് വസിയത്ത് തരാം. അത് വസിയത്തുല്ലാഹി ലിൽ അവ്വലീന വൽ ആഖിരീൻ, ഈ ഉമ്മത്തിലെ ആദ്യം വന്നവർക്കും അവസാനം വന്നവർക്കും ഒരുപോലെ അല്ലാഹു നൽകുന്ന വസിയത്താണ്. ബിതഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണമേ. വസ്സംഇ വത്വാഅ, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ, നിങ്ങളുടെ നേതാക്കന്മാർ, നിങ്ങളുടെ അമീറുമാർ, നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത നിങ്ങളുടെ നേതാക്കന്മാർ, നിങ്ങളുടെ ഭരണാധികാരികൾ, അവരെ നിങ്ങൾ അനുസരിക്കണേ, കേൾക്കണമേ. മുസ്ലിമായ ഒരു സമൂഹത്തിന്റെ, മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ് ഒരു ഹബശിയായ ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ, എത്യോപ്യക്കാരൻ, തങ്ങൾ പറഞ്ഞു, അയാളുടെ തല ഒരു മുന്തിരി പോലെ ചെറിയ തലയുള്ള കറുത്ത ശരീരമുള്ള വികൃതമായ മുഖമുള്ള ആളാണ് നിങ്ങളുടെ നേതാവെങ്കിൽ പോലും നേതാവ് പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണമേ. നിങ്ങളുടെ ഖലീഫ ആരാണോ ആ ഖലീഫയെ നിങ്ങൾ അനുസരിക്കണമേ. നിങ്ങളിൽ എന്റെ കാലശേഷം ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയും ഒരുപാട് ഭിന്നമായ അഭിപ്രായങ്ങള്, ഒരുപാട് വ്യത്യസ്തമായ പാർട്ടികള്, ഇതൊക്കെ നിങ്ങൾക്ക് എന്റെ കാലശേഷം കാണാൻ കഴിയും. ഫഅലൈക്കും ബിസുന്നതി, ആ കാലം വരുമ്പോൾ എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണമേ. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ സച്ചരിതരായ 4 ഖലീഫമാർ, അവരുടെ മാർഗം നിങ്ങൾ പിൻപറ്റണമേ. അള്ളു അലൈഹാ ബിന്നവാജിദ്, എന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും, എന്റെ ഉമർ എന്നവരും, എന്റെ ഉസ്മാൻ എന്നവരും, എന്റെ അലി എന്നവരും, ഈ 4 ഖലീഫമാരെന്ന് നബി തങ്ങൾ പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അൽ ഖിലാഫത്തു ബഅദി 30 സന, എന്റെ കാലശേഷമുള്ള ഖിലാഫത്തിന്റെ കാലം 30 കൊല്ലമായിരിക്കുമെന്ന് നബി തങ്ങൾ കാലേ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. 2 കൊല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 10 കൊല്ലം ഉമർ റളിയല്ലാഹു അൻഹു, 12 കൊല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹു, 6 കൊല്ലം അലി റളിയല്ലാഹു അൻഹു ഭരണം നടത്തി. ഈ കാലഘട്ടം 30 കൃത്യമാണ്. 2 കൊല്ലം സിദ്ദീഖ് എന്നവര്, 12 കൊല്ലം ഉമർ എന്നവര്, എത്രയായി? 14. 12 കൊല്ലം ഉസ്മാൻ തങ്ങള്, എത്രയായി? 26. 24. 6 കൊല്ലം അലി റളിയല്ലാഹു അൻഹു, 30. തങ്ങൾ വളരെ കാലം മുമ്പ് പറഞ്ഞു, അൽ ഖിലാഫത്തു ബഅദി 30 സന, എന്റെ ഖുലഫാകളെ അവരെ നിങ്ങൾ പിൻപറ്റണമേ. അന്നു അലൈഹാ ബിന്നവാജിദ്, അത് നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണമേ. എല്ലാ റമദാനിലും വരും ഓരോ ക്ലിപ്പ് തറാവീനെ കുറിച്ച്. ഒന്നുമല്ല, അത് ഈ പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതാ. അത് 20 എന്ന്. അത് മുറുകെ പിടിച്ചവർ കുഴപ്പം വരാൻ പോണില്ല. അത് രക്ഷയാണെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. അത് അല്ലാതെ 8 മതി എന്ന് പറയുമ്പോഴാണ് കുഴപ്പം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടത് അത് 20 എന്നാണ്. ഇനി അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ഉളവന്മാർ പറയുന്നുണ്ട്. ഇപ്പം അതാ വലിയ അത്ഭുതം. സുബ്ഹാനല്ലാഹ്, അവർ പോയി പഠിക്കാൻ പറയല്ലാണ്ട് കിതാബ് ഓതി കൊടുക്കാൻ പറ്റുമോ? അലൈക്കും, നിങ്ങളവരെ മുറുകെ പിടിക്കണമേ. അള്ളു അലൈഹാ ബിന്നവാജിദി, നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. എന്റെ ഖുലഫാഉർ റാഷിദുകൾ കൊണ്ടുവരുന്ന ചര്യകളും നിങ്ങൾ പിൻപറ്റണം. ഞാൻ കൊണ്ടുവന്ന എന്റെ സുന്നത്തും പിൻപറ്റണം. കാരണം എന്റെ തങ്ങൾ ചെയ്തതാണ് ഖലീഫമാര് ചെയ്യുക. തങ്ങൾ ചെയ്യാത്തതോ തങ്ങളുടെ അനുമതി ഇല്ലാത്തതോ സ്വഹാബിമാർ ചെയ്യുകയില്ല. അതുകൊണ്ട് എന്റെ സ്വഹാബികൾ, പ്രത്യേകിച്ചും എന്റെ ഖുലഫാഉർ റാഷിദുകളെ നിങ്ങൾ പിൻപറ്റണമേ. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, ദീനിനോട് ബന്ധമില്ലാത്ത, ദീനിൽപ്പെടാത്ത മുഹ്ദസാത്തുകൾ, പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമേ. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, ദീനിന്റെ പ്രമാണങ്ങളോട് യോജിക്കാത്ത എല്ലാ പുതുതായി ഉണ്ടാകുന്നതും ളലാലത്താണ്. അങ്ങനെ തന്നെ അതിനർത്ഥം കൊടുക്കണം. അങ്ങനെയാണ് ഇതിനർത്ഥം മഹാന്മാർ കൊടുത്തിട്ടുള്ളത്.
ദീനിന്റെ പ്രമാണങ്ങളോട് എതിരായി വരുന്ന എല്ലാ പുതുതായി ഉണ്ടാകുന്നതും വലാലത്താണ്. അതങ്ങനെയാണോ? ഇമാം ഷാഫിഈ തങ്ങൾ എങ്ങനെ ഇതിനെ വ്യാഖ്യാനിച്ചു എന്ന് പഠിക്കും. അയിമ്മത്തുകൾ എങ്ങനെയാണ് ആ ഹദീസിനെ വ്യാഖ്യാനിച്ചത് എന്ന് പഠിച്ചു നോക്കിയാൽ മനസ്സിലാകും. അമ്മാ ബഅദു, മുത്തനബി തങ്ങൾ പറയാണ്, ഫഇന്ന അഹ്സനൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ളലാല. ബിദ്അത്ത് എന്നുണ്ട് രണ്ട് കുറേ റിവായത്തുകളുണ്ട്. ഈ പറഞ്ഞ എല്ലാ വചനങ്ങളിലൂടെ വന്നതും സ്വഹാബിമാരോ താബിഉകളോ ദീനിന്റെ പ്രമാണങ്ങളോട് യോജിച്ചതല്ലാത്ത ഒന്നുമേ ഉമ്മത്തിന് തന്നിട്ടില്ല. അവർക്ക് ശേഷം വന്നവരും അഇമ്മത്തുകൾ, ദീനിന്റെ ഉലമാ, ഇസ്തിംബാത്ത് ചെയ്യാൻ കഴിയുന്നവര്, ഇജ്തിഹാദിന്റെ യോഗ്യതയുണ്ടായിരുന്ന ആലിമീങ്ങള്, ഇവരെല്ലാം ദീനിലേക്ക് ദീനിന്റെ വിഷയങ്ങളായി പഠിപ്പിക്കുന്നതിന്റെ പ്രത്യക്ഷമായ തെളിവുകൾ ഹദീസായിട്ടോ ഖുർആനായിട്ടോ നമ്മുടെ മുമ്പിൽ ലഭ്യമല്ലെങ്കിൽ തന്നെയും അവര് പ്രമാണബദ്ധമായി കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നവരാണ്. അത്തരം ആളുകൾ ഒരു കാര്യം നിർദ്ദേശിക്കുമ്പോഴേക്കും അത് ബിദ്അത്ത് എന്ന് പറയരുത്. ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി വരുന്നതിനെ മാത്രമേ ബിദ്അത്തുൻ സയ്യിഅ എന്ന് പറയാൻ പറ്റൂ. അത് മറ്റൊരു വിഷയം, അത് വിഷയം ചർച്ച ചെയ്തു പോയ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. എന്നാലും ചില ആളുകൾ വിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് പേര് പറഞ്ഞതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബിമാരെ പിൻപറ്റാൻ നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സ്വഹാബിമാർ, ഓരോ സ്വഹാബിയും മറ്റൊരു സ്വഹാബിയെ കണ്ടുപിടിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അറിയണം, മഹാനായ അംർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നുൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ വാപ്പയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിച്ചു, പെണ്ണെ, എങ്ങനെയുണ്ട് നിങ്ങളുടെ കുടുംബജീവിതം? പ്രമോഷൻ ചോദിക്കാണ് മരുമോളോട്. മോള് പറഞ്ഞു, ഉപ്പാ, നിങ്ങളുടെ മകൻ അബ്ദുല്ലാക്ക് ഒരു ഭാര്യയെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ മുഴുവൻ സമയം നിസ്കാരം നോമ്പല്ലേ. അപ്പൊ എപ്പോഴും ഒരു വസ്ത്രമൊക്കെ ഒരു മുഷിഞ്ഞായിട്ടാണ് മഹദി നടക്കുന്നത്. അപ്പൊ ചോദിച്ചതാണ്, കല്യാണം കഴിഞ്ഞ ഒരു പുതിയ പെണ്ണ് അങ്ങനെ നടക്കുമ്പോ പറഞ്ഞു, നിങ്ങളുടെ മകന് അതൊന്നും ആവശ്യമില്ല, നിങ്ങളുടെ മകൻ ഒരു വിരിപ്പ് പോലും വിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ സൂചനയാണ്. വാപ്പാക്ക് മനസ്സിലായി. വാപ്പ നബി തങ്ങളോട് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,